ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ പറഞ്ഞു നീട്ടുന്നില്ല, അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്നാക്സിന് വേണ്ട ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേരും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇറച്ചിയിലൊക്കെ നല്ല പോലെ തന്നെ പറ്റണ പോലെ തന്നെ നമ്മൾ നല്ല പോലെ മിക്സാക്കി കൊടുക്കണം. എന്താ പറയുക, എങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ച് നേരം വെക്കുന്ന സമയത്ത് ചിക്കനിലൊക്കെ പിടിക്കുള്ളൂ. പിന്നെ ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 2 ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ച് കൊടുത്തതിന് ശേഷം അമർത്തി പറഞ്ഞാൽ 2 ലോക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം മുട്ട നല്ലപോലെ കുറച്ച് പാലും ചേർത്തിട്ട് അടിച്ചെടുത്തതാണ്. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഇനി അതിലോട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് പറ്റുന്ന പോലെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരമായി പറഞ്ഞാൽ ബ്രെഡ് ഒരു കുതിർന്ന് വീഴുന്ന ഒരു പരുവമാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതിന് ശേഷം എന്താ ബ്രെഡ് ഞാൻ നേരെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിന് കുറച്ച് താഴെ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കാൻ. ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം കുറച്ച് തീ കമ്മിയാക്കിയിട്ട് തന്നെ ബ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻസ് ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിലോട്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ വേവാൻ ഇതിൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കണം. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാബേജ്, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഓണിയന്, പിന്നെ ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ പൊരിച്ചെടുത്ത ആ ഒരു പാനിലോട്ട് തന്നെ ഞാൻ ഓണിയനും ക്യാപ്സിക്കവും അതേപോലെ ക്യാരറ്റും ഒരുമിച്ച് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അതിനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പച്ച സ്മെല്ല് കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം ഞാൻ ചെറുതായിട്ട് അതൊന്ന് എന്താ പറയുക വേവിച്ചെടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് നമ്മൾ മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് തന്നെ നമ്മുടെ കക്കരിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും തക്കാളിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തെടുത്തതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾസ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഫില്ലിങ്സ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മയോണീസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇത്തിരി ഉപ്പും 1 ടീസ്പൂൺ വിനീഗറും ഇട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 കപ്പ് അളവിൽ ഓയിൽ കൂടി ചെറുതായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇതേപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ മയോണീസ് റെഡിയാവും കേട്ടോ. ഇനി ആ ഒരു ഫില്ലിങ്സിലോട്ട് നമുക്ക് മയോണീസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മയോണീസ് ഒന്നും ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ച് മയോണീസ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ബ്രെഡ് പൊരിച്ചെടുത്തത് ഇതുപോലെ ഒരു പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രെഡിന് 2 പീസാക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ചിക്കൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്, ഇഫ്താർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.